ഇന്നൊരാൾക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്തായിരിക്കും സർപ്രൈസ്? പെഗ് ബോർഡ് ഉണ്ടോ? ഉറപ്പാണോ? പറയാൻ പറ്റില്ല. പെഗ് ബോർഡ് ഉണ്ടോ ബാബു? ഇല്ലല്ലോ. ഇല്ല. വേറൊരു സർപ്രൈസ് ഉണ്ട്. സ്കൂൾ വിട്ട് വന്നതാണ്. ഇന്ന് 2ാമത്തെ ദിവസമാണ് ഒരാൾ പെഗ് ബോർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഫേസൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇരിക്കും, കണ്ണടച്ചിരിക്കും. ഒരു 5 മിനിറ്റ് ഇരിക്കും. 5 മിനിറ്റ് ഇല്ല, 2 മിനിറ്റ് ഇരിക്കും. എന്താണത്? പെഗ് ബോർഡ്. ഓക്കെ, തരണം. മിഠായി കിട്ടിയോ? ഓക്കെ ഓക്കെ, നേരെ വെക്ക്. എന്നിട്ട് അൺബോക്സ് ചെയ്യും. ഇവിടെ വെച്ചിട്ട് അൺബോക്സ് ചെയ്യും. നീ ആദ്യം കിട്ടിയത് എന്താ നോക്ക്, എന്നിട്ടല്ലേ. പതുക്കെ പതുക്കെ ഓപ്പൺ ചെയ്യും. എൻ്റെ അമ്പോ, ഇത് കിട്ടിയ സാധനം നാശമായി പോവല്ലോ ഇപ്പൊ. ഇത് ഒരു കത്തിരി. ഇത് എന്താണ് സാധനം? ജേർണൽ കിറ്റ്. ജേർണൽ കിറ്റ് ഒന്ന് കാണിച്ചു തന്നെ, ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നെ. തന്നല്ലോ. ഞാൻ വിചാരിച്ച പേക്ക് ബോർഡാണ് വന്നത്. പണ്ട് നമ്മളെ ജേർണൽ കിറ്റ് കൂട്ടാൻ വന്നിരിക്കുന്നു. അയ്യോ, ഞാൻ മറന്നു ഇതിൻ്റെ ടെക്നിക്കൊക്കെ. ശരിക്കും നേരെ തന്നെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിലുള്ള ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കുഞ്ഞു ബുക്ക് കേട്ടോ, നമ്മൾ ജേർണൽ ചെയ്യാനുള്ള ബുക്കാണ്. ആൻഡ് ഇത് ഇങ്ങനെയും നമുക്ക് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്, കാരണം നല്ല രസമുണ്ട്. പിന്നെ ഇത് ചെക്കായിട്ടുള്ള ബുക്കായിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. ആൻഡ് നെക്സ്റ്റ് ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇത് നമ്മളെ മെമ്മോ കാർഡ്സ് ആണ് കേട്ടോ. മെമ്മോ കാർഡ്സും ഉണ്ട്, പിന്നെ ടു ഡു ലിസ്റ്റ്. മെമ്മോ എഴുതാനോ? അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ പാട്ട് എഴുതുന്നതോ എന്തോ എഴുതാം. പിന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ട്. നല്ല ഇതുണ്ടോ, വിൻറ്റേജ് തീമാണ് കേട്ടോ. പിന്നെ കുറേ ആണുള്ളത്. പിന്നെ ഇതെന്താ ഡേറ്റും എന്താണ് എന്ത് ടൈപ്പാണെന്നൊക്കെ എഴുതാൻ, നമുക്ക് മറന്നു പോകാതെ നിൽക്കാൻ. പിന്നെ ഇത് കുറച്ച് സ്റ്റാമ്പുകളാണ്. 1 സെക്കൻഡ്. ഇത് കുറേ ചെയ്യമ്മ. ഓക്കെ ഓക്കെ, ഒരു വാഷി ടേപ്പ്. ഓക്കെ, കുറേ സാധനങ്ങളുണ്ടല്ലേ നമുക്ക് കുറേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് കുറച്ച് സ്റ്റാമ്പ്സ് ആണ്. ഈ സ്റ്റാമ്പുകളിലാണ് ഞാൻ കണ്ണ് വെച്ച് പോയത് ഗൈസ്, കണ്ടോ. ഇതൊരു ഗ്രീൻ ജേർണൽ കിറ്റാണല്ലേ. ഞാൻ ഗ്രീനാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഇത് എന്താ പറയുക, ഇതിൻ്റെ കുറച്ചും കൂടെ വലുതായിട്ടുള്ളത്. അപ്പോൾ ഡോണ്ട് ടച്ച്. ഇതൊക്കെ അതിൻ്റെ കുറേ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റിക്കർ വരുന്നുണ്ട് ഗൈസ്. കുറച്ചല്ല, കുറച്ച് കൂടുതൽ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സ്റ്റിക്കർ ഇങ്ങനത്തതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം ഗ്രീൻ കളർ തീമായിട്ടാണ്. കുറച്ച് പൂക്കളുണ്ട്. പിന്നെ ഇത് നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുള്ളതാണ്. ചെറി, സ്ട്രോബെറി, ലെമൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ എന്നോ കണ്ടിട്ട് വെച്ചത് കൊണ്ട് എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുണ്ടോ, നല്ല രസമുള്ള സാധനമാണേ. ഇത് നമുക്ക് പേപ്പറിൽ വെക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അതാണ്ടോ വെക്കുമ്പം വേറെ ഒരു ഇത് ഉണ്ടാവും. ഇത് സ്റ്റോറി ഉണ്ടാക്കുന്നതാണോ? അല്ല, ഇത് നമ്മൾ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കുക. എന്ത് തീമാണ് ചെയ്യേണ്ടത്? ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്.
പിന്നെ ഇനിയും ഉണ്ട് കേട്ടോ അത് ഒരുപാട് സാധനം ഉണ്ടല്ലോ അല്ലേ? യാ ഇത് വേർത്താണ് കേട്ടോ. അത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് മീഷോയിലും ഉണ്ട് കേട്ടോ. മീഷോയിലും ഉണ്ട്. ഒരേ പ്രൈസാ. ഓക്കെ, ഒന്ന് ഇങ്ങനത്തെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെല്ലാം ആമിന് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ജേർണൽ കിറ്റ് വേണമെന്ന്. അത് വായിച്ചു. ഇനി ജേർണൽ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതിലെന്താ ഇത് ജേർണൽ, ഇതിലാണ് ജേർണൽ ചെയ്യുന്നത്. ഓ അങ്ങനെ നമുക്ക് ഇതില് ബുക്ക് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ജേർണൽ ഇപ്പൊ ചെയ്യണമെന്നില്ല. നീ നന്നായിട്ട് എടുത്തു വെച്ചോ. ഓക്കെ, പിന്നെ നമ്മൾ ജേർണൽ ചെയ്യുന്നത് നന്നായിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ എനിക്ക് ഇത് കണ്ടോ, ഈ ക്യാരക്ടേഴ്സ് ഉണ്ടോ, ഇത് നമുക്കിങ്ങനെ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല രസമുണ്ട് ഇതിന്റെ സാധനങ്ങളൊക്കെ. കൊറേ ടൈപ്സ് ഓഫ് ഉണ്ട്. പാപ്പു കാണിച്ചത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ആമി ഒരു അടിപൊളി ജേർണൽ ചെയ്യുന്നതായിരിക്കും. വേണ്ട കണ്ണടിച്ചത്. ഒരു മിനിറ്റ് പോസ് ചെയ്തൊക്കെ വൃത്തിയാക്കി തരാം. ഇവിടെ പെഗ് ബോർഡ് കിട്ടിയ സന്തോഷത്തിൽ ഇതിനവിടെ സൈഡിൽ വെച്ചിട്ട് അവിടെ എല്ലാ എക്സ്പ്രഷനും അടക്കി പിടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഇനി ഇതിന്റെ സന്തോഷം തന്നെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് വേണം എന്ത് ചെയ്യേണ്ട അടുത്തത് കാണിക്കാൻ. അറിയോ, ഞാനിത് കുറെ നാളായിട്ട് ആഗ്രഹിച്ചതാണ്. അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എനിക്ക് സ്റ്റിക്കർ. അപ്പൊ ഉമ്മ ചോദിച്ചു ഇത് എന്തിനാണ് ഇത് നിനക്ക് നിന്റെ. കാരണം എനിക്ക് വേറെ കുറെ സ്റ്റിക്കർ സ്റ്റാമ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് അപ്പൊ ഞാൻ പറയും എന്തിനാണ് സ്റ്റിക്കർ ആവശ്യമില്ലാതെ വാങ്ങിക്കുന്നത്. യെസ്, അപ്പൊ നമ്മൾ പറയണം എന്താണ് ഇത് ചിമ്മക്ക് അറിയാത്തതാണ്. ഇത് ഇങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെയാണ് പാരന്റ്സ് ചെയ്യേണ്ടത് അല്ലേ? അല്ല, പാരന്റ്സിനോട് നിങ്ങൾ പറയേണ്ടത് ഇതാണ്. അതെ, എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. ആമി ആദ്യം ഇതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇതുണ്ടോ? ഓക്കെ, അപ്പൊ നീ ഇതൊക്കെ എടുത്തു. പെട്ട് പൊടിയാൻ പോവാന് കുറച്ച് ചറപറയായിരിക്കും. കാരണം ഇതില്ലേ, ഇത് ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ പെഗ് ബോർഡ് തന്നില്ല. ഇന്നലെ വന്നിട്ട് പെഗ് ബോർഡ് കിട്ടിയില്ല. കൊറിയർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആമി ഭയങ്കര വിഷമത്തിലായിരുന്നു. തിരിച്ചു പോയില്ല. ഞാൻ തിരിച്ചു പോയിട്ടില്ല ഗൈസ്. സ്പൈഡർമാൻ്റെതും നമ്മൾ കാണിച്ചു തരാം. സ്പൈഡർമാന്റെ രാവിലെ നമ്മളെ കാണിച്ചതായിരുന്നു. പാപ്പുവിന്റെ ആമീന്റെ പെഗ് ബോർഡ് കഴിഞ്ഞിട്ട് നമുക്ക് സ്പൈഡർമാൻ ഇട്ടിട്ട് കാണിച്ചു തരാം അല്ലേ? സ്റ്റിക്കർ മാത്രമല്ല വരാനുള്ളത്. അത് ഫ്രൈഡേ വരുള്ളൂ. ഫ്രൈഡേ അല്ല, ഫ്രൈഡേ. പെഗ് ബോർഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പെഗ് ബോർഡ്. ഓക്കെ, അറിയാത്തവർക്ക് ഈ വാൾ ഓർഗനൈസർ ആണ്. ഇതിന്റെ 2 സെറ്റാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇതിന്റെ കൂടെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഞാൻ ഞെട്ടിട്ടോ, അതേ ഉള്ളൂ ഓർത്തു. ഇത് നമുക്ക് സ്ക്രൂ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലാതെ അവിടെ സ്റ്റിക്കർ ഉണ്ട്. ഇതെന്ത് സാധനം? പ്ലാസ്റ്റിക് ആണ് അല്ലേ? സ്റ്റീൽ ആവുമ്പോൾ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഓക്കെ, ഞാൻ വിചാരിച്ചത് സ്റ്റീലാണ് വരുന്നത്. സ്റ്റീൽ പിന്നെ 2 ട്രേ ഉണ്ട്. ട്രേ ഉണ്ടാവും എൻ്റെ കൂടെ. ട്രേ അല്ലല്ലോ, ട്രേ പോലെയല്ലേ? അതിങ്ങനെ വെക്കാൻ പറ്റും. മാറിപ്പോയി. സന്തോഷം കൊണ്ട് എന്തൊക്കെയാണോ പറയുന്നത്. പിന്നെ ഇതെന്താന്ന് എനിക്ക് അറിയാം. അത് സ്റ്റാൻഡ് ആയിരിക്കും. അല്ല, ഇത് ഇങ്ങനെ ആക്കുന്നത് കീ ചെയിൻ എന്തെങ്കിലും ഹൂക്കുകൾ. ഇതാണ് നമ്മളുടെ സ്റ്റിക്കർ. ഇത് നമുക്ക് ഇപ്പോൾ ഒട്ടിക്കാം. നമ്മളിപ്പോൾ ഭാവിയിൽ ഞാൻ പറയാണ് പക്ഷെ ഇത് സ്ക്രൂ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കിതും ചെയ്യാം. സ്ക്രൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കാം. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണതും മാമിൻ്റെ റൂം സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക്
പിന്നെ ഒരു വീഡിയോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ആമിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഭയങ്കര രസമുണ്ട്. ഇത് കുറച്ച് പണിയാണ്. 1 സെക്കൻഡ്. ഇങ്ങനെയായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇതിങ്ങനെ വോളിൽ ചാരി വെക്കുക ചെയ്യാം. നീ നേരെ ഇങ്ങനെ ചാരി വെച്ച് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് വേണമെങ്കിൽ മുകളിലൊക്കെ മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഒരു മിനിറ്റ്, ഇവിടെ ഹുക്സും ഉണ്ടാവും. എവിടെ ഹുക്സ് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ. സോറി ഗൈസ്, ഇതായിരിക്കും ഹുക്സ് ഉണ്ടാവുക. ഇതെന്തിനാന്ന് വെച്ചാൽ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ക്രോഷേ കീ ചെയിൻ ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ക്രോഷേ കീ ചെയിൻസ് ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാണ്ട് ഇതുണ്ട്. ഓക്കെ. അങ്ങനെ അതിൽ ഫിറ്റ് ചെയ്ത് വെക്കാം. എക്സാമ്പിൾ ഇപ്പോൾ കാണിക്കാം കേട്ടോ. നീ പതുക്കെ ചെയ്തോ. ഓക്കെ മനസ്സിലായി. ഇതേപോലെ ഹുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും. 5 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ആമീൻ്റെ വന്നിട്ടുള്ള സാധനങ്ങൾ അല്ലേ? പിന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇനി പാപ്പുവിൻ്റെ കാണിച്ചു. ഇതാണ് പാപ്പുവിൻ്റെ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് കേട്ടോ. പാപ്പു അത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവളത് ഇട്ടിട്ട് കാണിച്ചു തരും. അൺബോക്സ് ചെയ്തിട്ട് ഇവിടെ വെച്ചേക്കാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ സാധനം കൊണ്ടുവന്നു. സ്പൈഡർമാൻ്റെ വേറൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. വേറെ നൂല് വെബായിട്ടുള്ള എന്തോ ആണ്. അപ്പം അത് ഇപ്പോൾ അവൾ ഡ്രസ്സ് ചെയ്തിട്ട് കാണിച്ചു തരും. അപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ടീഷർട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോ പൂവെന്നാണ്. അതെ. പിന്നെ ഒരു മാസ്ക്, അതേപോലെ ഒരു പാൻറ്റും വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇതേപോലെ ഒരു സംഭവം കേട്ടോ. എക്സ്ട്രാ ഒരു മാസ്കും കൂടെ വരുന്നുണ്ട്. ആമി ഇവിടെ കുറെ സാധനങ്ങൾ എടുത്തു വെക്കുന്ന തിരക്കിലാണ് ആമിന്റെ. അപ്പം ഇത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പാപ്പു കാണിച്ചു തരും അല്ലേ പാപ്പു? ഇപ്പം അപ്പൊ പാപ്പു സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. നോക്കട്ടെ, ഓടി വന്നേ. ഓ, അടിപൊളിയായിട്ടുണ്ട്. നോക്കട്ടെ, ഫുള്ളായിട്ട് നോക്കട്ടെ. ഒരു സ്പൈഡർ ഉണ്ട്. ഓക്കെ, നല്ല ഡ്രസ്സാട്ടോ. ഇനി ഇതിന്റെ ബാക്കി മാസ്ക് ഇടാം. ഓക്കെ. ആമി സ്പൈഡർമാനെ കണ്ടോ? ഇതൊരു ടോയ് ആണല്ലേ ഇതിന്റെ കൂടെ ഉള്ള? ഇതിന്റെ കൂടെ അല്ല, ഇതിന്റെ കൂടെ അല്ല, ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചേ. ഇതെങ്ങനെയാ പാപ്പു ചെയ്യാ? ഞാൻ മറന്നുപോയി. അത് അതെ ഇവിടെ ഇങ്ങനെ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഓ, അത്രയും ലോങ് പോകുന്നത്. ഇത് പാപ്പന്റെ ആരുടെയും കണ്ണിലൊന്നും ആവാതെ വേണം കളിക്കാനല്ലേ? റെഡ് കളർ ഇതില്ലേ, ഇത് നമ്മൾ ഇങ്ങനെ ആക്കാം. ഒറ്റത് അത്രയും സ്പീഡിൽ പോകും. ഓക്കെ. അപ്പൊ ഇതാണ് പാപ്പുവിന്റെ സാധനങ്ങള്. ഇഷ്ടപ്പെട്ടോ പാപ്പുന്? ഓ, അടിപൊളി. ഇതാണ് സ്പൈഡർമാന്റെ സാധനം. ചൈനയിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അമ്മി. അപ്പൊ ഇന്നത്തെ ഒരു ഹോൾ വീഡിയോ ഇതായിരുന്നു. ആമസോണിലെ കുറച്ച് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തന്നെയാണ്. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ ബൈ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.